ഓക്കെ കേസ് അങ്ങനെ ഞാൻ ഇപ്പോൾ ചോപ്പിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ചോപ്പ് പറയുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ്റെ ഒരു പെറ്റാണ് കേസ്. നിങ്ങൾക്ക് അറിയായിരിക്കും GTA 5 കളിക്കുന്നവർക്ക്. ആൻഡ് അയാളാണ് അല്ലെങ്കിൽ അതാണ് ഈ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ചോപ്പ്. ഓക്കെ, ഇന്ന് ചോപ്പിനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. വേറൊന്നുമില്ല, ഒരു ചലഞ്ച് പറയുകയാണ് കേസ്. ഒരു റേസിംഗ് ആണ് കേസ്, കാർ റേസ്. അതിൽ ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആളുടെ കാർ കൊടുക്കും. അങ്ങനെ ബെറ്റ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്യണോ, എടുത്ത് വേണോ? കാർ ചില കളിയല്ലേ. പേടി എനിക്കാ? നീ അത്രയ്ക്കാ? എന്നാ വേണി ഞാൻ കാണിച്ചു തരാം. ഇന്ന് തന്നെ റേസ്. എപ്പോഴാണ് വേണ്ടത്? അതെന്തല്ലേ ആയിക്കോട്ടെ. ഫോർച്യൂണർ റിസീവ് അറിയില്ല, അതിൽ കുഴപ്പമില്ല. അടാ, ഇന്ന് റേസിന് ഞാൻ വന്നിരിക്കും. നമ്മളെ ചോപ്പിൻ്റെ ഓണർ, അതായത് നമ്മുടെ ആ ഫ്രാങ്ക്ലിന് ഭയങ്കര റിച്ചാണ് കേസ്. ഉണ്ടോ എൻ്റെ പൊന്നോ ഗീസ്. ഒരു ബുക്കാട്ടിൻ്റെ പിന്നെ ലംബോർഗിനിയുടെ ഏതൊരു വേർഷൻ ടേസ്റ്റ് ചെയ്തൊരു ലേറ്റസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു സുപ്ര മാർക്ക് 5 ഉണ്ട്, GTR ഉണ്ട്, റോൾസ് റോയ്സും ഉണ്ട് കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കേസ്. എൻ്റെ ഏത് വണ്ടി ഞാൻ വരും. എന്തായാലും ഇതിനൊന്നും മുട്ടാൻ പറ്റാത്ത ഒരു വണ്ടി നമുക്ക് കണ്ടുപിടിക്കണം. അത് നല്ല സ്പീഡുള്ള വണ്ടി, അത് നമുക്ക് ഒപ്പിക്കാം കേസ്. ഇത് നിന്നാ ഞാൻ റേസിന് എന്തായാലും വരും. എനിക്കൊരു ഐഡിയ ഉണ്ട് കേസ്. നമ്മുടെ അണ്ണൻ്റെ അടുത്ത് ഒരു മാജിക്കൽ ഡ്രോയിങ് പാഡ് ഉണ്ട് കേസ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ആ ഒരു പാഡ്. ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്കൊരു പാഡ് കിട്ടിയിരുന്നു കേസ്. ആ പാഡിൽ എന്ത് വരച്ചാലും റിയൽ ലൈഫിലേക്ക് വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ പാഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു അടിപൊളി കേസ് നല്ല സ്പീഡുള്ള വണ്ടി ആയിരിക്കണം. ആ വണ്ടി ഇവൻ്റെ അടുത്തുള്ള ഈ വണ്ടികളൊക്കെ പൊട്ടിക്കാൻ പറ്റണം കേസ്. ഇവിടെ ഇത്രയും വണ്ടികളാണ് എനിക്ക് എൻ്റെ അറിവിലുള്ളത്. വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കേസ്. അവൻ്റെ അടുത്ത് ഉണ്ടാവാൻ വേറെ ഒരു വണ്ടി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേസ്. ഒരു ഇൻ്റർവ്യൂ വണ്ടി, അതൊരു കോയിനിക്സ് ഒക്കെ അല്ലേ? അതൊരു കോയിനിക്സ് ഒക്കെ ആണ്. നമുക്ക് ഇത് അത്യാവശ്യം നല്ല സ്പീഡിലുള്ള വണ്ടി എന്നാണ് അണ്ണൻ പറഞ്ഞത് കേസ്. നല്ല സ്പീഡ്, ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടി കോയിനിക്സെക്കിൻ്റെ ഏതൊരു വേർഷനാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ വണ്ടീനെ വരയ്ക്കാം. അപ്പോൾ എന്തായാലും ആ റേസിൽ നമ്മൾ തന്നെ ജയിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, ആ വീട് എടുത്താണ്. ഇത് നടന്ന് കാല് അടഞ്ഞു. ഓക്കെ കേസ്, ഇനി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നോട് ഫോർച്യൂണർ കാണുന്നില്ല കേസ്. അണ്ണൻ പുറത്ത് പോയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പോയിട്ട് പാഡ് എടുക്കാം കേസ്. പാഡ് അകത്താണ്, കട്ടിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ടാവും കേസ്. പുതപ്പിൻ്റെ അടി ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്നോട് കളി, എനിക്കതൊക്കെ അറിയാം. പിന്നെ കേസ് ഫോർച്യൂണറൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഫോർച്യൂണർ റിസീവ് ചെയ്യാനൊക്കെ പറഞ്ഞ് കേട്ട്, ആണോ എനിക്കറിയില്ല. ഞാൻ കുട്ടിയില്ല കേസ്, ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങോട്ട് വന്നത്, എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും പാഡ് എടുത്ത് കോയിനിക്സ് ഒക്കെ വരയ്ക്കാം. ഓക്കെ കേസ്, ഞാൻ ഇവിടെ കോയിനിക്സ് ഒക്കെ വരയ്ക്കാൻ പോവുകയാണ്. കോയിനിക്സ് ഒക്കെ വരയ്ക്കാനായിട്ട് ഞാനൊരു വര വരച്ചിട്ടുണ്ട് ആദ്യം. ഇത് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ഒരു ഭാഗമാട്ടാ. ഓക്കെ, ആൻഡ് ഇനി നമുക്കൊരു വളഞ്ഞൊരു വര ഉണ്ട് കേസ്. നമുക്ക് ആ വളഞ്ഞ വര വരയ്ക്കാം. ഓക്കെ, ഞാനില്ലേ വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വളഞ്ഞിട്ട് വരയ്ക്കണം കേസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഭാഗം വരയ്ക്കണം. ഫ്രണ്ട് ഭാഗം വരയ്ക്കാനായിട്ട് നമുക്ക് ഒന്നുകൂടി വളവെടുക്കണം. ഓക്കെ, വളഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് വരയായിട്ട് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് ഒന്നുകൂടി പൊക്കി ഒന്ന് ശരിയാക്കുക കേസ്. ഇനി നമുക്ക് ആ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഇതില്ലേ, അത് നമുക്ക് വരയ്ക്കണം. ഓക്കെ, ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ അല്ല കേസ്, ഒരു വളഞ്ഞ വരയാണ്. അങ്ങനെ മതി, അങ്ങനെ നമ്മളാണ് രസം. അങ്ങനെയാണ് കോയിനിക്സൊക്കെയുള്ളത്. അണ്ണൻ വന്ന് നാട്ടെ തോന്നുന്നത്. ഫോർച്യൂണറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എടാ കൈസർ, നീ ഇതെന്താ വരയ്ക്കണേ? അണ്ണ, ഞാൻ ഇവിടെ കോയിനിക്സൊക്കെ വരയ്ക്കുക. കോയിനിക്സൊക്കെ? നീ എന്തിനാ ഇപ്പോൾ കോയിനിക്സൊക്കെ വരയ്ക്കണേ? അത് പിന്നെ അണ്ണ ചോപ്പും ഞാനും കൂടി ബെറ്റ് വെച്ചിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവന് റേസ് നടത്തും. അതിൽ ജയിക്കുന്ന ആൾ തോക്കുന്ന ആളുടെ വണ്ടി എടുത്ത് കൊണ്ടുപോവാം. അത് ശരി, അങ്ങനൊക്കെ ഉണ്ടായാ? നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഓക്കെ കേസ്, അങ്ങനെ അണ്ണൻ പോയിരിക്കുകയാണ്. ഞാൻ ഇവിടെ കാറിൻ്റെ ബോഡി ആയിട്ട് വരയ്ക്കണേ. നമുക്ക് നീട്ടങ്ങ് കണക്ട് ചെയ്യാം. നമുക്കിനി ബാക്കി വരച്ചങ്ങ് തീർക്കാം കേസ്, അടിപൊളിയാക്കണം കേസ്. അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ കോയിനിക്സൊക്കെ ഏതാണ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് കൊടുക്കാം കേസ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വര പോലെ ഉണ്ട് കേസ്. ആ വണ്ടിക്ക് തന്നെ ഞാൻ ടയറായിട്ടാണ് കൊടുക്കുന്നത്.
ഓക്കെ ഇങ്ങനെയാണ്. ഓക്കെ ടയറിൻ്റെ റിമൊക്കെ നമുക്ക് ഈ ടയറും കൂടി ഉണ്ട് കൊടുക്കാം. ഓക്കെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇനി ടയർ കൊടുക്കുക. ഓക്കെ അങ്ങനെ ടയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലും കൂടി ഇവിടെ ഒരു ബ്ലാക്ക് കൊടുക്കണം. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ബ്ലാക്ക് കൊടുക്കാണ്ട്. ഇനി നമ്മൾ ലൈറ്റ് ഗ്രേ എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രേ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇതാണ് ലൈറ്റ് ഗ്രേ. മേലും കൂടി കൊടുക്കാം. മേലെ ഗ്ലാസ് ഇല്ലേ? നല്ലല്ലേ. ഓക്കെ ഒന്നുകൂടെ ഡാർക്ക് കൊടുത്താലോ? ഓക്കെ ഡാർക്ക് ആയിട്ടുള്ള ഞാൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല തോന്നുന്നു. ബ്ലൂ കളറിലാട്ടെ ഞാൻ ഇത് കൊടുക്കേണ്ട ഈ വണ്ടി. ഓക്കെ ബ്ലൂ കളർ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ബ്ലൂ കളർ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല വണ്ടി തന്നെയാണ് ഗെയ്സ്. ഇത്ര ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നമുക്ക് റിയൽ ലൈഫിൽ കൊണ്ടുവന്നാലോ ഗെയ്സ്? ഇനി ഞാൻ ഇവിടെ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ONX ഒക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. 3, 2, 1. ഗെയ്സ് അങ്ങനെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരച്ച ONX ഒക്കെ നോക്കട്ടെ. എൻ്റെ മോനെ ഗെയ്സ് അവന്മാർക്ക് മനസ്സിലായിട്ട് അടിപൊളിയാക്കി എന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ അടിപൊളി. എൻ്റെ സീനായിട്ടുണ്ട്. എന്നാൽ എത്തിച്ചിട്ട് നമുക്ക് അവനെ പൊട്ടിക്കാം. ഈസിയായിട്ട് പൊട്ടിക്കാം ഗൈസ്. അവൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ കാർ എൻ്റെതാണ്. അല്ല പിന്നെ ഈ കൈസറിനോട് കളി. ഇനി ഉച്ചവരെ ടൈമുണ്ട്. നമുക്കതുവരെ എന്തൊക്കെ ചെയ്യാം. ഞാൻ എന്തായാലും വെറുതെ ഇരിക്കില്ല. നാത്തോട്ട് പോവാം. അതാണിപ്പോൾ നല്ലത്. നമുക്ക് അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. TV കണ്ടിരിക്കുക തൽക്കാലത്തേക്ക്. എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല ഗൈസ്. ഞാൻ ഭയങ്കര റേസറാണ്. ഓക്കെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അവന് റേസ് സ്റ്റാർട്ടാൻ പോകണം. അവനേത് ലംബോർഗിനിയുടെ ഒരു വേർഷൻ അവൻ്റെ അടുത്തുണ്ട്. അത് ഏറ്റവും വന്നിട്ടില്ല. റേസ് സ്റ്റാർട്ടാൻ പോണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ ഞാൻ റേസ് സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഞാൻ രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ അവൻ സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഓക്കെ അവൻ എന്നെക്കാളും മുമ്പിലാണ് ഗൈസ്. നമുക്ക് എങ്ങനെയും വെട്ടിക്കണം ഗൈസ്. അവൻ സീരിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ഞാൻ ആദ്യത്തെ ചെക്ക് പോയിന്റ് വേറെ ഏതൊരു വണ്ടിയിലാണ് ഇടിച്ചു. ഓക്കെ ഞാനും അവനിപ്പോൾ ഏതാണ്ട് ഒരേ സ്ഥലത്തെത്തി ഗൈസ്. ഏതൊക്കെ വണ്ടി എന്നെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ഓക്കെ അവനിപ്പോൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ എങ്ങനെയും വെട്ടിക്കണം ഗൈസ്, അല്ലെങ്കിൽ അവപ്പോൾ റേസ് ചെയ്യിക്കും. ഓക്കെ അവൻ ഏതൊരു വണ്ടിയിൽ അടിച്ചാൽ അവൻ്റെ ഫ്രണ്ടത്തെ മെമ്പർ പോയി. ഓക്കെ ബാക്കത്തെ മെമ്പർ ആടി കളിക്കുന്നതിൻ്റെ അതും പോയി ഗൈസ്. ഓക്കെ അവൻ്റെ വണ്ടിയുടെ പണി ഏതാണ്ട് തീർന്നതിന് എൻ്റെ വണ്ടി ഇപ്പോൾ ഓക്കെ നമ്മൾ രണ്ടുപേരും ഒരേ ടൈമിൽ ചെക്ക് പോയിന്റ് കടന്നിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ അടുത്ത ചെക്ക് പോയിൻ്റാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അതിൻ്റെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയോ എൻ്റെ വണ്ടി ഫുട്പാത്ത് കയറി. ഓക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയോ അവൻ ബ്രേക്ക് അടിച്ചപ്പോൾ വണ്ടി നിന്ന് കറങ്ങി ഗൈസ്. ഓക്കെ എൻ്റെ ഇപ്പോൾ ഈ ക്യാപ്പിൽ ഗൈസ് ഞാൻ ഫ്രണ്ടിലെത്തി ഗൈസ്. ഗൈസ് നമുക്കിപ്പോൾ പോയിട്ട് വേഗം പോകണം ഗൈസ്. കത്തിച്ച് വിടാം. ഓക്കെ ഇപ്പോൾ ഞാനാണ് ഫ്രണ്ടിൽ നിന്ന് തോന്നുന്നു. യെസ് ഗൈസ് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അവൻ ഇവിടെ ഇടിച്ചല്ലോ. അവൻ്റെ വണ്ടി ഫുട്പാത്ത് കയറി. ഓക്കെ അവൻ ഫ്രണ്ടിലെത്തിയതാ. ഗൈസ് അവൻ ഏതൊരു ONX ഒക്കെ പോയി ഇടിച്ച് ഗൈസ്. അവൻ്റെ വണ്ടി ഒരു സ്റ്റക്കായി. യെസ് ഗൈസ് ഞാൻ തന്നെയാണ് ഈ റേസിൽ ജയിക്കുക ഗൈസ്. ONX ഒക്കെ ഇപ്പോൾ കത്തിച്ച് വിട്ട് ഗൈസ്. നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആ ചെക്ക് പോയിന്റ് കടന്നപ്പോൾ യെസ് ഞാൻ ലാസ്റ്റ് ചെക്ക് പോയിന്റ് കടന്ന ഫിനിഷിലായി. നെക്സ്റ്റ് ഏതാണ് ഈ വണ്ടി ഒന്ന് മാറിക്ക് ഞാൻ ഒന്ന് പോയിക്കോട്ടെ. ഓക്കെ ഗൈസ് ആണ് ഞാൻ തന്നെയാണ് ഇപ്പോൾ ജയിക്കാൻ പോണേ. ഞാൻ ഫിനിഷിലേയും കടന്നിരിക്കുകയാണ്. യെസ് ഗൈസ് അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ കൈസർ ആരാണെന്ന് ആ ചോപ്പറിഞ്ഞ് ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ റേസിൽ ജയിച്ചു ഗൈസ്. അവൻ അവിടെ കിടക്കണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു നോക്കി. അവർക്ക് വണ്ടി തരുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടി ഇപ്പോൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ അവൻ അതേ മോഡലുള്ള വേറൊരു വണ്ടി അവനിക്ക് സെറ്റാക്കി തന്നു ഗൈസ്. അല്ല പിന്നെ എന്നോട് കളി. ഞാൻ വേണോ ചോദിച്ചു പോകുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഈ റേസിൽ ജയിച്ചാൽ ഞാൻ തന്നെ അല്ല പിന്നെ. ഓക്കെ ഞാനിവിടെ വണ്ടി നിന്ന് നിർത്തട്ടെ. ഓക്കെ നമുക്ക് റിവേഴ്സിൽ ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് എടുക്കുക. 4 ആൾ കാണട്ടെ അല്ല പിന്നെ. എൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മറ്റൊരു കിലോമീറ്റർ ആയിട്ട് വരുന്നവരെല്ലാം മച്ചാമാർക്കും ബൈ.